നമ്മളുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ നത്തിങ് ബട്ട് യു എന്ന ചൈനീസ് ഡ്രാമയുടെ എപ്പിസോഡ്സാണ്. ഇതിൽ ഒരു ദിവസം എന്തോ കണ്ടെന്ന് വെച്ചിട്ടായിരുന്നില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. അങ്ങനെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെ ഒരു ദിവസം ലില്ലി സിയാറാനെ വിളിച്ച് നല്ല ഫാസ്റ്റിൽ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് സിയാറാൻ്റെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആൻഫയും സിയാറാനും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആൻഫൈ പെട്ടെന്ന് എണീറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷേ സിയാറാനും ഒരു വ്യത്യാസമൊന്നുമില്ല, അവൾ അവിടെ ഇരിക്കുന്നു. ആൻഫയും സിയാറാനും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് ലില്ലിക്ക് ആകെ ദേഷ്യം വന്നിട്ട് ആൻഫൈനോട് പറയണം, നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ ബ്രേക്കപ്പായി പോയിട്ട് ഇവളായിട്ട് സെറ്റ് ആയിക്കണം. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? നീ എന്നെ നല്ല ഫ്രണ്ട് ആയിരിക്കുന്നു ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ദുഷ്ടാന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ സിയാറ ഭയങ്കര ഗൗരവത്തിൽ ലില്ലി വേഗം പുറത്ത് പോ, പിന്നെ ആ ഡോറും കൂടി അടച്ചോ എന്ന് പറയുമ്പോൾ ലില്ലി പേടിച്ചിട്ട്, സിയാറാനെ ലില്ലിക്ക് ഭയങ്കര പേടിയാണല്ലോ. ലില്ലി പേടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡോർ അടിക്കാൻ പോകുമ്പോൾ ആൻഫി പോ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ലില്ലി ഡോർ അടിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല, 2 വർഷം മുമ്പ് ഒരു ആർട്ടിക്കിളിൽ വന്നതാന്ന് അല്ലേ പറയുമ്പോൾ ലില്ലി അവിടുന്ന് അഭിമാനത്തോടെ വന്നിട്ട് ആ ആർട്ടിക്കിൾ എഴുതിയ ആൾ ഞാനാ, എനിക്ക് കുശുമ്പേറിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അതാ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയെന്ന് ലില്ലി പറയുന്നു. അത് കേട്ടിട്ട് സിയാറാവ് അവളെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. സിയാറാ ഭയങ്കര ഗൗരവത്തിൽ ഇപ്പം ഇതൊന്നല്ലല്ലോ ഇതിൻ്റെ വിഷയം. ജേർണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം എന്തായി? നടിയെ സെലക്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഈ നടികളെ സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 32-40 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒരു പേപ്പറിൽ സിയാറാന് കാടി കൊടുക്കുമ്പോൾ സിയാറാൻ പറയും, നല്ല ഇവരൊക്കെ എന്തായാലും നല്ല ആൾക്കാരാ, നല്ല മൂവി ഫീൽഡ് ഉണ്ട്, നല്ല മൂവി കോർപ്പറേഷൻ ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, കുറേ ഫാൻസ്, എന്തായാലും സെലക്ട് ചെയ്തവരൊക്കെ കൊള്ളാമെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ട് ലിസ്റ്റൊക്കെ നന്നായി സെർച്ച് ചെയ്തിട്ട് സിയാറാൻ പറയണം, പക്ഷെ ഇതിൽ ലിയോയി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ലില്ലി പറയണം, അത് അവൾക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ ഓഡീഷൻ അവൾ വിളിക്കാത്തതെന്ന് പറഞ്ഞു. സിയാറാൻ ഭയങ്കര ഗൗരവത്തിൽ പറയാണ്, അവൾക്ക് ഒഴിവുണ്ടോ ഇല്ലെന്ന് നോക്കണ്ട, എന്തായാലും ഓഡീഷനുള്ള നോട്ടീസ് അവൾക്ക് അയക്ക് എന്ന് പറയുന്നു. അത് കേട്ടിട്ടില്ലേ, അത് ശരി, അവൾക്ക് നല്ല മൂവി ഫീൽഡൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഗൗരവത്തിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും അത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വേണ്ടാന്ന് പറയാം, ഞാൻ അയച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ ലില്ലി ലയം കൂടി ഒന്നിച്ച് കൈയൊക്കെ പിടിച്ച് സോഫയിൽ നിന്നിട്ട് പോകാൻ പോകുമ്പോൾ സിയാറാം ലയനെ പിടിച്ചേക്കുന്ന ലില്ലിയുടെ കയ്യിലേക്ക് നന്നായി സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് സിയാറ ഇത്തിരി ദേഷ്യത്തിൽ, ലില്ലി നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നിൻ്റെ വീടല്ലേ, നീ എങ്ങോട്ടൊക്കെ ഇപ്പോൾ പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, അത് പിന്നെ ഞാൻ ലാൻ്റെ വീട്ടിൽ പോവാ, ഞാനിപ്പോൾ ലാൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ലാൻ്റെ വീട്ടിലോ നീ എന്തിനോട് ചോദിക്കുമ്പോൾ ഇപ്പം എനിക്ക് അതിന് ലേനെ നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ലില്ലി പറയുന്നു. അതൊന്നും വേണ്ട, നീ വേഗം തിരിച്ചു വന്ന് സിയാറ പറയുമ്പോൾ ഇടയിൽ കയറിയിട്ട് പറയാണ്, ഇപ്പം ഇവള് തിരിച്ചു വരാണെങ്കിൽ ഗോസിപ്പൊക്കെ കൂടുള്ളൂ, മീഡിയക്കാരെ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവളിപ്പോഴും അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലാനോട് ഇത്തിരി ദേഷ്യത്തിൽ സിയാറാൻ പറയാണ്, നിനക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനത് നോക്കിക്കൊണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ലില്ലി അവിടെ നിൽക്കാനൊന്നും പോണ്ട എന്ന് പറയുമ്പോൾ സിയാറാൻ അനുസരിച്ചിട്ട് ലാൻ്റെ കൈ പതുക്കെ അവളുടെ കൈകളിൽ നിന്ന് വീടിപ്പിച്ചിട്ട് അവൾ ലാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശരിയാ ഞാൻ തിരിച്ചു പൊക്കോളാം എന്ന് പറയും. അങ്ങനെ ലില്ലി ചെയ്യുമ്പോൾ അല്ലേ ആകെ മൂഡ് ഔട്ടായിട്ട് സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേനും അവൾ എന്നെ വേണ്ടാന്ന് വെച്ചോ എന്നുള്ള രീതിയിൽ ലില്ലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സിയാറാൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി കൈയും കെട്ടി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ലില്ലി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടല്ലേ അവൾക്ക് സമ്മാനമായിട്ട് നൽകിയ ആ പൂന്തോട്ടമില്ലേ, ആ പൂന്തോട്ടത്തിൽ എല്ലാ ചെടികൾക്കും വിഷമിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അവളിടയിൽ ആ ചെടികളുടെ പേരൊക്കെ വിളിച്ചിട്ട്, നിങ്ങളെ തന്നെ നോക്കേണ്ടി വരും, ഞാൻ പോവല്ലേ, അപ്പോൾ നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ അതൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അല്ലേ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് പോകാണ്ടിരുന്നിവിടെ നീ എന്തിനിപ്പോൾ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ സിസ്റ്റർ എന്നെ ഫോഴ്സ് ചെയ്യല്ലേ, അപ്പോൾ എനിക്ക് പോകാണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ടല്ലേ ഇതിന് വിഷമത്തോടുകൂടി ശരിയാ, അല്ലെങ്കിലും നിനക്ക് അറിയാത്തൊരാളുടെ ഒപ്പം നീ എങ്ങനെ നിൽക്കുക, അതൊരു ഗ്യാരണ്ടി ഇല്ലാതെ, അതായിരിക്കും നിൻ്റെ സിസ്റ്റർക്ക് ഭയങ്കര പേടിയുള്ളത്, നീ എന്തായാലും പൊക്കോ എന്ന് പറയുമ്പോൾ അപ്പോൾ ലില്ലി തിരിഞ്ഞു നിന്നിട്ട് പതുക്കെ എന്നാൽ പിന്നെ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൂടെ, എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി എനിക്ക് തന്നൂടെ എന്നും പതുക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നീ എന്തായാലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അല്ലേ പറയാണ്, നീ ഇവിടെ നിന്ന് പോയാൽ നീ നന്നായിട്ട് നിന്നെ നോക്കണം, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം, ആരുടെ അടുത്തൊക്കെ അങ്ങനെ മിണ്ടാനൊന്നും പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്, എന്നെ നോക്കാൻ എനിക്കറിയാലോ നന്നായിട്ട്, പക്ഷേ അല്ലേ നിങ്ങളാരും നോക്കും, നിങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊന്നും എന്തായാലും മര്യാദക്ക് കഴിക്കൂല, ഞാനല്ലേ നിനക്കെല്ലാം ചെയ്തു തരാറ്, ഇനിയിപ്പോൾ ഞാൻ പോയാൽ നീ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, സാരില്ല, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, നീ ഇല്ലാണ്ട് ജീവിക്കാൻ ഞാൻ അഡോപ്റ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ സെൻറ്റിമെൻ്റലായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലെമൺ കമ്പനിയിൽ എല്ലാ വർക്കേഴ്സ് ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേന അവിടേക്ക് വരുന്നുണ്ട്. സേന ആകെ വാടിക്കുഴഞ്ഞാണ് വരുന്നത്. സേന കാണുമ്പോൾ തന്നെ എല്ലാവരും ഒളിച്ചിരിക്കുന്ന പോലെ മുഖം മാറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ, പക്ഷെ ഫുഡൊക്കെ തിരിച്ചു വെച്ച് ലാൻ്റെ ഭാഗത്ത് നിന്ന് എതിരെയുള്ള ഭാഗത്തേക്ക് അവരിയ്ക്കുന്നു. കുറേ നേരം അവിടെ വന്ന് ഇരുന്നിട്ട് ആരും അവനെ മൈൻഡ് ചെയ്യാത്തത് കണ്ടിട്ട് അവൻ എണീറ്റിട്ട് തടിയനായിട്ടുള്ള ഒരു വർക്കർ ഉണ്ടായിരുന്നു. ആ വർക്കറിനെ തട്ടിയിട്ട് നീ എന്നപ്പം വായോ എന്ന് പറയുന്നു. അപ്പോൾ
ബാക്കിയുള്ള വർക്കേഴ്സും മെല്ലെ ചിരിച്ചിട്ട് ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഈ വർക്കർ സാൻ്റെ പിന്നാലെ പോയിട്ട് ഒരാരുമില്ലാത്ത പ്ലേസ് എത്തിയപ്പോൾ ഈ വർക്കറിനോട് സാൻ പതുക്കെ അതേ എനിക്കൊരു 150 രൂപ തരുമോ എന്ന് ചോദിക്കും. അത് കേട്ടിട്ട് ആ തടിയ വാക്കർ 150 എൻ്റെ ഇല്ല എന്ന് പറയുമ്പോൾ പ്ലീസ് എനിക്കൊന്ന് ഫുഡ് കഴിക്കാനാ, ഞാനേ കമ്പനി സിഇഒ ആയാൽ നിനക്ക് ഞാൻ പ്രൊമോഷനൊക്കെ തരാം, ഒരു 150 രൂപ മതി. ആകെ ഒരു 2000 രൂപയല്ല എനിക്ക് തരുന്നത്, അതുകൊണ്ട് തന്നെ ജെനിഫറിനെ ട്രീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ജെനിഫർ എന്ന് പറഞ്ഞാൽ ഒരു ഫെറാറി കാറാണ്, അവളുടെ മെയിൻ്റനൻസും ഒക്കെ കഴിയുമ്പോഴത്തേനും ആ പൈസ തീർന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ വർക്കർ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. കാരണം സാൻ ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല ഈ കടം വാങ്ങൽ. സാൻ വന്നപ്പോൾ തന്നെ എല്ലാ വർക്കറും ഒളിച്ചിരിക്കാനും കാരണം അതായത് ഈ തടിയനായ വർക്കർ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇവന് മുന്നേ അവിടെയുള്ള എല്ലാ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തടിയൻ എൻ്റെ പൈസ ഇല്ല, ഞാനതൊക്കെ വൈഫിന് കൊടുത്തു, അവൾ എൻ്റെ നിന്ന് വാശി പിടിച്ച് പൈസ ഒക്കെ വാങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഡിങ് ഡോങ് അവിടെ 2 ലഞ്ച് ബോക്സ് ആയിട്ട് വന്നിട്ട് ഒരു ലഞ്ച് ബോക്സ് സാന് കൊടുക്കുന്നു. എന്നിട്ട് ഡിങ് ഡോങ് പോകുന്ന വഴിക്ക് പറയാണ്, ഇന്നാ നീ ഫുഡ് കഴിച്ചോ, ഇനി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ആരോട് അരക്കാനൊന്നും നിൽക്കണ്ട, നീ എല്ലാവരോടും പൈസ കടം ചോദിച്ച് ഇപ്പം എല്ലാവർക്കും നിന്നെ കണ്ടാൽ പേടിയാ, എല്ലാവരും ഒളിച്ചോടി നടക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. സാൻ ആ ലഞ്ച് ബോക്സ് തുറന്ന് നോക്കിയിട്ട് നല്ല സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് കഴിക്കാനായിട്ട് ഒരുങ്ങുന്നു. അവിടെയൊക്കെ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് അല്ലേ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. വാക്യൂം ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നു. അപ്പം ലില്ലി ഉറക്കത്തിൽ നിന്നിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ലില്ലി വന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നീ എന്തത് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ വാക്യൂം കർട്ടൻ്റെ ഇടയിൽ കൂടെ പെട്ടിട്ട് കർട്ടൻ ലാൻ്റെ തലയുടെ മുകളിൽ കൂടെ വീഴുന്നു. അപ്പം ലില്ലി വേഗം ഓടി വന്നിട്ട് ലാന അവിടെ നിന്ന് തെണീപ്പിച്ചിട്ട് അയ്യോ അല്ലേ നീ ഇതൊന്നും ചെയ്യണ്ട, അതിങ്ങോട്ട് തന്നെ ഞാൻ ചെയ്തോണ്ട് നീ വരുന്ന എന്തിനാ ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലാ പറയാണ് ഞാനെല്ലാം ചെയ്യണമല്ലോ, ഇപ്പോൾ നീ ഇനി പോകാൻ പോവല്ലേ എന്ന് സെൻറ്റിമെൻ്റായിട്ട് പറയുന്നു. എന്നിട്ട് ലേ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ലേ തന്നെയാണ് ആ കർട്ടൻ ഇട്ടേക്കുന്ന ആ വടിയില്ലേ സ്ക്രൂ ഒക്കെ ഇളക്കി വെച്ചത്. കാരണം ഈ കർട്ടൻ അവൻ്റെ മേത്തേക്ക് വീഴുമ്പോൾ ലില്ലി വന്ന് ചോദിക്കുമല്ലോ ഇവനക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ലില്ലി പോവാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ലേ അങ്ങനെ ചെയ്തത്. ലേ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ആ കർട്ടനൊക്കെ അവൻ്റെ മേത്ത് കിട്ടത്. അങ്ങനെ ലേനെ ലില്ലി ഒരു സോഫയിൽ കൊണ്ട് നിർത്തിയിട്ട് നീ ഒരു പണിയും ചെയ്യണ്ട, നിൻ്റെ ഈ കൈ എന്ന് പറഞ്ഞത് വെറുതെ സൈൻ ചെയ്യാൻ മാത്രമുള്ളതാ, എല്ലാം പണിയെടുക്കാനുള്ളതല്ല, നിനക്ക് വേണ്ടി എല്ലാം അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് ലില്ലി ചോദിക്കുകയാണ് എന്താണ് ഈ സൗണ്ട്, നീ തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ പോയാലും ഞാൻ തന്നെ അല്ല അത് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ചെയ്ത് പഠിക്കാമെന്ന് വെച്ചിട്ടാന്ന് പറഞ്ഞ് അവൻ എണീറ്റിട്ട് ഇനിയിപ്പോൾ തുണി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ ലേ എണീറ്റ് പോകുന്നു. പിന്നാലെ ലില്ലിയും പോകുന്നുണ്ട്. ലേ അങ്ങനെ പോയിട്ട് ആ മെഷീനിൽ തുണി എടുക്കുമ്പോൾ ഒരു ഷർട്ട് കണ്ടിട്ട് ലേ അതിലേക്ക് തന്നെ നോക്കി നിന്നിട്ട് ലില്ലിനോട് ചോദിക്കുകയാണ് ഇതെന്താ ഈ കളർ ഷർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പച്ചയും മഞ്ഞയും നീലയും ഒക്കെ കൂടെ കലർന്ന ഒരു ഷർട്ടായിരുന്നു. അപ്പോൾ ലില്ലി അത് വാങ്ങി നോക്കിയിട്ട് ഇത് വെള്ള ഷർട്ടായിരുന്നു, നീ എല്ലാ തുണിയും കൂടി ഒന്നിച്ച് അലക്കാനിട്ടിട്ടാ ഇപ്പം എല്ലാത്തിനും കറ പിടിച്ചതെന്ന് പറയുന്നു. അപ്പം ഒന്നും അറിയാത്ത പോലെ അയ്യോ എന്ന് പറയുന്നു. ശരിക്കും ഇവനെ അറിഞ്ഞിട്ട് ചെയ്ത് തന്നെ ഇത് സെൻറ്റിമെൻ്റൽ അപ്രോച്ച്. അതല്ല വേറൊരു ഷർട്ടും കൂടി പൊക്കി പിടിച്ചിട്ട് അപ്പോൾ ഇതോ എന്ന് ചോദിക്കുന്നു. ഇതോ അങ്ങനെ തന്നെ ആയതാ എന്ന് ലില്ലി പറഞ്ഞിട്ട് ആ ഷർട്ട് വാങ്ങിയിട്ട് നീ ഇതൊന്നും ചെയ്യാൻ നിൽക്കട്ടെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഓക്കെ അഭിനയിച്ചുകൊണ്ട് പറയുന്നു. അപ്പം ലില്ലിക്ക് ആകെ സങ്കടമായിട്ട് ലില്ലി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഞാനിവിടെ നിന്ന് പോയാൽ ശരിയാവില്ല, ഞാനിവിടെ നിന്ന് പോയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കും, അവനക്ക് ഒരു കാര്യങ്ങളും തന്നെ നോക്കാൻ അറിയില്ല, ഞാൻ തന്നെ അവൻ്റെ കൂടെ എപ്പോഴും വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. പിന്നെ രാത്രിയാണ് ലില്ലി ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് കട്ട് ചെയ്യാൻ തീരെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ലേ അങ്ങോട്ട് വന്നിട്ട് നീ എന്താ കാണിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലില്ലി പറയാണ് എനിക്ക് ക്യാരറ്റ് കട്ട് ചെയ്യാൻ ഒട്ടറിയില്ല, നിനക്കല്ലെങ്കിലും ക്യാരറ്റ് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ക്യാരറ്റ് ഒന്നും കട്ട് ചെയ്യാൻ അറിയാത്തതെന്ന് പറയുമ്പോൾ ലേ എന്നാൽ പിന്നെ ഞാൻ നിനക്ക് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ലില്ലിയുടെ പിന്നിലൂടെ ചെന്ന് കത്തി പിടിച്ചിരിക്കുന്ന അവളെ കൈ മോളിൽ കൂടെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ ഇരുന്ന് ക്യാരറ്റ് അരിയുന്നു. റൊമാൻറ്റിക് തീർന്നു പോയപ്പോൾ ലില്ലി പറഞ്ഞു അയ്യോ ക്യാരറ്റ് തീർന്നു, ഇനി എന്ത് ചെയ്യും, നമുക്കത് ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ലേ പറയണം അതിന് ക്യാരറ്റ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഒരു മുളകെടുത്ത് പൊക്കി പിടിച്ചിട്ട് എന്നാൽ നമുക്ക് ഇതറിയാം എന്ന് കണ്ടിട്ട് ലില്ലി ചോദിക്കുകയാണ് എന്ത് പറ്റി, എന്താ ഭയങ്കര വിഷമം എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ ആലോചിക്കായിരുന്നു, ഇനിയിപ്പോൾ ഭാവിയിൽ എനിക്ക് നീ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കൈയിൻ്റെ മുകളിൽ നിന്ന് കൈ എടുത്തിട്ട് ഞാൻ പോവാ എനിക്കിന്ന് ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ലില്ലിയാണെങ്കിൽ ആ മുളകും പൊക്കി പിടിച്ച് ഒന്നും നടക്കൂലത് ഒരു റൊമാൻറ്റിക് മൂഡായിട്ട് വന്നതാ, അപ്പോഴത്തേനും ഒരു വിഷമമായിട്ട് പോയി, ഞാനിവിടുന്ന് പോകാനൊന്നും പോകണില്ല എന്ന് വിഷമത്തോടുകൂടി പറയുന്നു. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലില്ലി അവിടെ ഇരുന്ന് എന്തോ സ്നാക്ക് കഴിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ലേ ആണെങ്കിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. ലേ അങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ലില്ലി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ പാത്രം കഴുകാൻ, ഗ്ലൗസ് ഇട്ടോ എല്ലാം കൈയൊക്കെ ഒരുമാതിരി മോശമാവും.
എന്ന് പറയുമ്പോൾ നല്ല കോമഡിയിൽ പിന്നെ ഞാനൊക്കെ ഗ്ലൗസ് എപ്പോഴും ഇട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ലില്ലിക്ക് ഒരു ഫോം വരുന്നുണ്ട്. അത് സിയോറാനായിരുന്നു. അപ്പോൾ ലില്ലി അത് അറ്റൻഡ് ചെയ്യുമ്പോൾ സിയോറാം അവിടെ നിന്ന് പറയാണ്, നീ ഇതുവരെ വീട്ടിലേക്ക് പോയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഭയങ്കര ബിസിയാണ്. ലെമൺ കമ്പനിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. പിന്നെ രാത്രി വന്നാൽ ഉറങ്ങും. അപ്പോൾ എവിടെ നിന്നാണ് പാക്ക് ചെയ്യാനൊക്കെ സമയം. അതുകൊണ്ടാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പോകുമെന്ന് പറയുമ്പോൾ സിയോറാം പറയാണ്, ഞാൻ 2 ദിവസം ടൈം തരും. അതിനുള്ളിൽ നീ എല്ലാം പാക്ക് ചെയ്ത് പോയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് വരും എന്ന് പറയുമ്പോൾ ലില്ലി എനിക്കൊരു 2 ദിവസം കൂടി കൂടുതൽ എടുത്ത നിലത്ത് കിടന്നു കരുതി കൂട്ടി തന്നെ ഇട്ടതാണ്. എന്നിട്ട് ലില്ലി കിച്ചണിൽ എത്തുമ്പോൾ തന്നെ അവൻ്റെ ആക്ടിങ് തുടങ്ങി. ലില്ലി ഈ ഡിറ്റർജൻറ്റ് ഇട്ടാൽ ഈ സോപ്പ് പൊടിയൊക്കെ വഴുക്കുണ്ടോ? പാത്രങ്ങളൊക്കെ ഭയങ്കര വഴുക്ക്, എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് സ്ലിപ്പായി പോയി എന്ന് പറഞ്ഞ് അവൻ വേറൊരു പ്ലേറ്റ് എടുക്കാൻ പോകുമ്പോൾ ലില്ലി ഓടിച്ചെന്ന് അയ്യോ നീ എടുക്കണ്ട ഞാൻ എടുത്തോണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഗ്ലൗസൊക്കെ വലിച്ചൂരിയിട്ട് നീ പോയിരുന്ന് TV ആണെല്ലാം കഴുകിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ലേനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ലില്ലി ചിന്തിക്കുകയാണ്, അയ്യോ ലേക്ക് സോപ്പും പൊടി ഇട്ട് ആ പാത്രത്തിൽ വഴുക്കലുണ്ടെന്ന് പോലും അറിയൂല, അത്രക്ക് പാവാണ് അവൻ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഇവിടെ നിൽക്കും എന്നാലോചിച്ച് നിൽക്കുന്നു. ഇവിടെ വെച്ചിട്ട് 10ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോലെ 11ാമത്തെ എപ്പിസോഡ്. അപ്പോൾ 11ാമത്തെ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് വേഗം തന്നെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാം. ബൈ.